ശരിക്കും മനസ്സ് അത് വല്ലാത്തൊരു സംഭവം തന്നെയാണ്. ഇന്ന് ഒരു വാർത്ത കേട്ടപ്പോൾ ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി. രണ്ടാനച്ഛൻ്റെ പീഡനത്തെ തുടർന്ന് ഒരു പിഞ്ചു കുഞ്ഞല്ലേ മരിച്ചു പോയത്. പിന്നെ മറ്റൊരു ദിക്കിൽ ഒരു ബാങ്കിൽ ജപ്തി ഭീഷണിയായിട്ടുള്ള ആ ബാങ്കിലെ ജീവനക്കാരിയെ മറ്റൊരു ജീവനക്കാരി പണം അടച്ച് അവരെ ജപ്തിയിൽ നിന്നും കരകയറ്റുന്നു. ഇങ്ങനെ മനുഷ്യനെ ഓരോരോ തരത്തിലേക്ക് എത്തിക്കുന്ന മനസ്സ്, ശരിക്കും നമ്മുടെയൊക്കെ മനസ്സിനെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കാതെ വരുമ്പോൾ, അല്ലെങ്കിൽ അജ്ഞാനമാകുന്ന അന്ധതയിൽപ്പെട്ട് പലരും പെട്ടുപോകുമ്പോൾ അവിടെ നാശമാണ് ഉണ്ടാകുന്നത്. എങ്കിൽ നന്മയുടെ ലോകത്തേക്ക് വരുമ്പോൾ അവിടെ സന്തോഷം. അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുവാൻ പറ്റുക എന്നുള്ളത് തന്നെയാണ് നമ്മളുടെ ജീവിത വിജയം എന്ന് പറയുന്നത്. ശരിക്കും അന്ധമായിട്ടുള്ള സ്നേഹം അത് പലരെയും ദുഃഖത്തിലേക്കാണ് കൊണ്ടെത്തിക്കുക. സ്വാർത്ഥമായിട്ടുള്ള സ്നേഹം അതൊക്കെ തന്നെയാണ് ദുഃഖത്തിലേക്കുള്ള വഴികൾ. എന്നാൽ ഒരു നിയന്ത്രണം വെച്ചുള്ളതായിട്ടുള്ള സ്നേഹമായാലും മറ്റെന്തായാലും അതിന് ഒരിക്കലും നാശമോ അതൊരിക്കലും ഒരാളെ ദുഃഖത്തിലേക്ക് എത്തിക്കുന്നതും ഇല്ല. ബന്ധത്തിനും മോക്ഷത്തിനും കാരണമായിട്ടുള്ള മനുഷ്യ മനസ്സിനെ നിയന്ത്രിക്കുവാൻ നമുക്ക് സാധിക്കണം. നമ്മുടെയൊക്കെ മനസ്സിൽ നന്മയുടെ വിത്ത് മുളക്കാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. നന്മ, ഈ ലോകത്ത് നന്മ എന്നുള്ളത് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. എങ്കിലും നമ്മൾ ആ നന്മ മരത്തെ മുറിച്ചു കളയാതെ മനസ്സിൽ കൊണ്ട് നടക്കുക. എല്ലാവരുടെയും നല്ലതിനു വേണ്ടിയുള്ള ചിന്തകൾ മാത്രമായിരിക്കട്ടെ നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്നത്. പരസ്പരം സഹായിച്ചുകൊണ്ട് ഈ ഒരു ജന്മത്തെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. ആരെയും വധിച്ചെന്നോ അല്ലെങ്കിൽ ആരെയോ വേദനിപ്പിച്ചെന്നോ എന്നുള്ള വാർത്ത കേൾക്കാൻ ഇടവരാതെ പരസ്പരം സഹായിക്കുന്നു എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ കേൾക്കാൻ നമ്മൾക്ക് സാധിക്കട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് എല്ലാവർക്കും